ഹലോ! ഇന്ന് ഞാനിവിടെ ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈസി ആയിട്ട് എങ്ങനെ ബർഗർ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനിതാ ഇവിടെ ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ കറക്റ്റ് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 250 ഗ്രാമൊക്കെ ചിക്കൻ ഉണ്ടാവും കേട്ടോ. ആദ്യം തന്നെ ബർഗർ പാറ്റീസ് ഉണ്ടാക്കാനുള്ള ചിക്കനാണ് കേട്ടോ ഇത്. ഈ ചിക്കൻ നമുക്കൊന്ന് അരച്ചെടുക്കണം. ചിക്കൻ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ പേസ്റ്റൊക്കെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് ആവുക അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ചിക്കൻ ഏകദേശം ഒരു പേസ്റ്റ് പോലെ ആയിക്കോളും. അങ്ങനെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാനിതാ ആ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും കേട്ടോ കിട്ടുക. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാനിതാ അതൊന്ന് ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചിക്കൻ അരച്ച ആ ഒരു സെയിം ജാറിൽ തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു സവാള ഉണ്ടല്ലോ, ഉള്ളി, അതിൻ്റെ ഒരു ചെറിയൊരു പീസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളി വലിപ്പം പോലെ എടുക്കാം കേട്ടോ. ഓവർ ആവണ്ട. ഓവർ ആയിക്കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു കുത്തലുണ്ടാവും. അതുകൊണ്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു സവാളേൻ്റെ ഒരു പീസും കൂടെ എടുത്ത് കട്ട് ചെയ്തിട്ട് മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 വറ്റൽമുളകാണ് എരിവിനായിട്ട്. വറ്റൽമുളക് ഓവർ ആവണ്ട കേട്ടോ. ബർഗറിന് അങ്ങനെ സ്പൈസി ആയിട്ടുള്ള ബർഗർ അല്ല ഇത്. അപ്പോൾ എരിവ് നോക്കിയിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ സോയ സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഒരു മുട്ട എടുത്തിട്ട് അത് നന്നായി ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇതൊരു വലിയ മുട്ട ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പകുതി ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ മുട്ടയാണെങ്കിൽ ആ മുട്ട ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ഞാനൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു ചിക്കൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസും കൂടെ ആഡ് ചെയ്തൊന്ന് കുഴച്ചെടുക്കണം. ബ്രെഡ് ക്രംസ് ഓൾറെഡി നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ ബ്രെഡ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാനിതാ കുറച്ച് കുറച്ചായിട്ട് ബ്രെഡ് ക്രംസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അത് നമ്മളിപ്പോൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ കുഴക്കുമ്പോൾ ഒരു പാറ്റി രൂപത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം. അതുപോലെ ഞാനൊന്ന് കുഴച്ച് എടുക്കുന്നുണ്ട്. അധികം ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞു പോവാത്ത രീതിയിൽ ബ്രെഡ് ക്രംസും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് എടുക്കാം. അങ്ങനെ ഞാനൊരു 3 ബർഗർ പാറ്റീസാട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ എനിക്ക് ചെറിയൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് തടി കൂടിപ്പോയിട്ടാണ് ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും. ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ചും കൂടെ ഒന്ന് പരത്തിയാൽ മതി. അധികം പരത്തണ്ട. പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും. പക്ഷെ ചെറുതായിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറേ ടൈം എടുക്കും നമുക്കതൊന്ന് കുക്കായി വരാനായിട്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാനിതാ നേരത്തെ ബാക്കി വന്ന ആ ഒരു മുട്ട വേറൊരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു ബാറ്റർ പോലെ ആക്കി എടുക്കാനാണ്. ബർഗർ പാറ്റീസ് ഇല്ലേ, അതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലിക്വിഡ് രൂപത്തിലാക്കി എടുക്കണം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒരുപാട് വെള്ളം ആവണ്ട, അതുപോലെ തന്നെ നല്ല തിക്കും അല്ല, ഒരു മീഡിയം രീതിയിൽ ഒരു ബാറ്ററാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ബർഗർ പാറ്റീസും ഇതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസും ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഫസ്റ്റത്തേത് ഇതുപോലെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതും ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു മൈദ മുട്ട മിക്സിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പരന്നൊരു പാൻ തന്നെ എടുക്കണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം അത് അത്യാവശ്യം വലിപ്പമുള്ളതല്ലേ, കുറച്ച് റൗണ്ടല്ലേ. അപ്പോൾ 3 ഒരുമിച്ച് തന്നെ ഇട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് അത്യാവശ്യം ഒരു പരന്ന ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നായിട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
പിന്നെ ഇല്ലേ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എന്തായാലും സിമ്മിൽ തന്നെ വെക്കണം കേട്ടോ തീ. കാരണം ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ പുറത്ത് ബ്രെഡ് ക്രംസ് അല്ലേ, അത് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സിമ്മിൽ തന്നെ തീ ഇടണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ ഒരു ഭാഗം കുക്കായതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെത് കുറച്ച് ഇതിന് നിന്ന് തടി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കുക്കാവാൻ കുറച്ച് അധികം ടൈം എടുത്തു. കാരണം ഒട്ടും നമ്മൾ ബോയിൽ ചെയ്യാത്ത ചിക്കൻ അല്ലേ, അപ്പം അത് അത്യാവശ്യം നന്നായിട്ട് ബോയിൽ ആവണം. ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ടൈം എടുക്കും. അപ്പോൾ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ടിട്ട് കുറച്ചധികം നേരം എടുത്തു കേട്ടോ. ഇതൊന്ന് മുരിഞ്ഞ് ഫ്രൈ ആയി ഒന്ന് കുക്കായി ഉള്ളൊക്കെ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും, അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അത് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തുന്ന ടൈമിൽ കുറച്ചധികം തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ഓവറായി പോകണ്ട, ഓവറായി പോയി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് ബർഗർ പാറ്റീസൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ഓയിലിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിതാ ഒരു ബർഗർ സോസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മയോണൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മയോണൈസ് ഓൾറെഡി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, പാൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് മയോണൈസ്. അപ്പോൾ മയോണൈസിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതാ ബർഗറിൻ്റെ ബണ്ണില്ലേ, ബർഗർ ബണ്ണൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പാനിലിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് ചൂടാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ബട്ടറിൽ ചൂടാക്കി എടുക്കാം, ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഇട്ടിട്ട്. ഞാൻ വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, അത്ര മാത്രം മതി. അങ്ങനെ ഓവറായിട്ട് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഞാനിത് ആ പാനിൽ നിന്ന് ഒന്നതെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ആ ഒരു സെയിം പാനിൽ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബർഗർ പാറ്റീസ് ഇല്ലേ, അത് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് ഒരു സ്ലൈസ്ഡ് ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് അടച്ച് വെക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ആ ചീസ് ഇങ്ങനെ മെൽറ്റ് ആവൂ. ആ ഒരു ക്ലിപ്പ് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയതായിരുന്നു കേട്ടോ. എന്തായാലും അങ്ങ് അടച്ച് തന്നെ വെക്കണേ. അതിനുശേഷം ഞാനിതാ ബർഗറിൻ്റെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഇതുപോലെ ഈ ഒരു സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മയോണൈസും കെച്ചപ്പൊക്കെ കൂടെ മിക്സ് ചെയ്ത ആ ഒരു സോസ്. അതിനുശേഷം ലെറ്റ്യൂസിൻ്റെ ലീഫ് വെക്കുന്നുണ്ട്. ശരിക്കും ഇത് ക്യാബേജാണ് കേട്ടോ. കാരണം ലെറ്റ്യൂസ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാബേജിൻ്റെ ടെൻഡറായിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ, അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ലെറ്റ്യൂസിൻ്റെ ലീഫ് ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ ഇതുപോലെ തന്നെ ടെൻഡറായിട്ടുള്ള ആ ഒരു ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ചെറിയ ആ ഒരു പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് വെക്കുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഏതാ വെജീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുക്കുംബർ, ഒനിയൻ, ടൊമാറ്റോ ഇതൊക്കെ കൂടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ ഒരു ബർഗർ പാറ്റീസിൽ നമ്മൾ ഇത് വെച്ചില്ലേ, ചീസ് സ്ലൈസ്ഡ് ചീസ് വെച്ചില്ലേ, അത് ആ ടൈം ഒന്ന് മെൽട്ട് ആയിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും അതൊന്ന് മെൽട്ടാവും. അടച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ ബർഗർ ഒന്ന് ക്ലോസ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു പീസ് ബണ്ണിലും കൂടെ ഞാൻ ഇതുപോലെ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ സോസ് എന്തായാലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അതിങ്ങനെ ഒന്ന് മൂവ് ആവും, അവിടെ അങ്ങ് കറക്റ്റായിട്ട് അത് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ സോസ്. അങ്ങനെ ഫൈനലി നമ്മളെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഒരുപാട് വെജീസൊക്കെ വെച്ച് കൊടുക്കാം. അത് കുറച്ചൊരു ഹൈറ്റിൽ നിൽക്കും, അപ്പോൾ അതിന് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും കേട്ടോ. ആ ബർഗർ കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ. അപ്പോൾ ഇതുപോലൊരു ബർഗർ എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്